എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. എജാതി മോട്ടിവേഷൻ അറിയാം. ഒരുപാട് പിള്ളേരെ ചിന്തയിലേക്ക് വേറിട്ടൊരു ചിന്തയിലേക്ക് നയിക്കണ ഒരു പാട്ടുകാരൻ തന്നെ. ഒരു രക്ഷയില്ല കേട്ടോ. അയാള് വേറെ ലെവലാണ്. നൈസായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴുള്ള പാട്ടുകാരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പോരാളിയാണ്. പണ്ടൊക്കെ കഥയിലൂടെയും കവിതയിലൂടെയും ഒക്കെ ഇനി മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ആൾക്കാരെ ഭരണത്തിനെതിരെ ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല റാപ്പ് പാടിയിട്ട് റാപ്പ് ഓൾറെഡി ഇതേപോലൊക്കെ തന്നെയാണ്. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അർത്ഥങ്ങളൊക്കെ ആണെങ്കിൽ പോരാളികളുടെ കുറെ കാര്യങ്ങൾ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പല റാപ്പും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ആ പറഞ്ഞ കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ചിറങ്ങാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ. എല്ലാ ദിവസം വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറിബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ള. ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ വരും തലമുറക്ക് അത് വേറെ പ്രഹരം തന്നെ ആയിരിക്കും. ഈ സിസ്റ്റം മൊത്തം വേറെ ലെവലിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ എന്തുകൊണ്ടൊക്കെ വിശ്വസിക്കുന്ന പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. ഞാനതുകൊണ്ട് പല കാര്യത്തിനെയും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഞാൻ നന്നായിട്ട് എതിർക്കാറുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് എല്ലാത്തിനെയും അംഗീകരിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ആരോടും വെറുപ്പുണ്ടായിട്ടൊന്നല്ല. ആ ലെവല് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളെ എം സ്വരാജ് പറഞ്ഞ മാതിരി തൻ്റെ മറ്റു ബോധ്യങ്ങൾ ബോധ്യപ്പെടാത്ത കാലത്തോളം എൻ്റെ ബോധ്യങ്ങളാണ് എൻ്റെ ശരിയെന്നാണ്. അപ്പം ഈ രാഷ്ട്രീയത്തെ നല്ല രീതിയിൽ രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറ നിർബന്ധമാണ്. അത് ഏത് രാഷ്ട്രീയ ആയാലും, കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ന്യൂ ജെൻ ആൾക്കാർ അതിലേക്ക് കടന്നു വരണം. ഇതിന്റെ കറപ്ഷൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ പോരാടിയിട്ട് അതില്ലാതാക്കിയിട്ട് നല്ലൊരു നാട് വളർത്തണമെങ്കിൽ ഈ ഗെയിമിൽ നിന്നൊക്കെ മാറി മൊബൈലിൽ നിന്നൊക്കെ കഴിയുന്നത് മാറിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് അവരുടെ അഭിപ്രായം അത് രേഖപ്പെടുത്തണം. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പുതിയ ന്യൂ ജെൻ ആൾക്കാർക്ക് ഒരു രാഷ്ട്രീയ ബോധമില്ല. സ്കൂളിൽ നിന്ന്